സ്വന്തം മണ്ഡലത്തിലെ വോട്ട് ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ ഓരോ ബൂത്തുകൾ സന്ദർശിക്കാൻ ഇറങ്ങുന്നത്. അപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനും ആ ഒരു എക്സ്പീരിയൻസും അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ നിലവിലെ അവസ്ഥ? ഒന്ന് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമാണ് വോട്ടിംഗ്. അപ്പോൾ ആ വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത് വലിയ അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. അതാണ് രാവിലെ തന്നെ പോയി പേരാവൂർ നിയോജക മണ്ഡലത്തിൽ വട്ടിയൂർ LP സ്കൂളിൽ വോട്ട് ചെയ്തത്. അതിനുശേഷമാണ് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം വലിയൊരു വോട്ടിങ്ങിന് പിന്തുണ ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ തന്നെ ഉയരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമുള്ളത്, ഈ തവണത്തെ വോട്ടിംഗ് എന്ന് പറയുന്നത് ജെൻസി ഗ്രൂപ്പ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വോട്ടിംഗ് ആണ്. അതുകൊണ്ട് ജെൻസി മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആണ് പൊതുവെ നടത്താറുള്ളത്. യുവാക്കൾ മാറ്റത്തിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് BJPയുടെ കേരളത്തിലെ മുദ്രാവാക്യം മാറാത്തത് മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ആ മാറ്റത്തിന് വേണ്ടി ജെൻസി വോട്ട് ചെയ്യും. BJPക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് ആണ്, ദേശീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. 2014 തൊട്ട് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയിലെ മുഴുവൻ ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തനം ഭാരതം മുഴുവൻ കാണുകയാണ്, കേരളവും കാണുകയാണ്. അപ്പോൾ ആ മാറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ വികസനം, നാഷണൽ ഹൈവേയുടെ വികസനം, ഓരോ വീടുകളിലേക്കുള്ള നരേന്ദ്രമോദിയുടെ പദ്ധതി, രാജ്യം 1ാം സ്ഥാനത്തേക്ക് പോകുന്നു, സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വളരെയധികം മെച്ചമുണ്ടാകും. അപ്പോൾ ഇത് മുഴുവൻ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പിന്തുണ നമുക്ക് കേരളത്തിലും കിട്ടുന്നുണ്ട്. അതാണ് മാറാത്തത് മാറും എന്ന് പറയുന്നത്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഇവിടെ ഇടതും വലതുമാണ് ഭരിച്ചത്. വലിയ പ്രതീക്ഷ ജനസമൂഹത്തിന് ഇപ്പോൾ ഇല്ല, വോട്ടർമാർക്കില്ല. അതുകൊണ്ട് ഒരു പുതിയ ബദൽ, 3ാം ബദൽ അത് നരേന്ദ്രമോദിയുടേത് വരണം എന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചതാണ്. അതാണ് മാറാത്തത് മാറും എന്ന് പറയുന്നത്. തീർച്ചയായും 1ാമത്തെ ലാപ്പിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നമ്മൾ ഒരു ത്രികോണ മത്സരമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഏറ്റവും അവസാനമാകുന്ന സമയത്ത് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് വോട്ടർമാരും തലശ്ശേരി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും CPM-ഉമായിട്ടാണ് ഡയറക്റ്റ് മത്സരം. നമുക്കറിയാം, ത്രിപുര പോലുള്ള വലിയ സ്റ്റേറ്റുകളിൽ കുറേ വർഷമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി, LDF അല്ലെങ്കിൽ ഇടതുപക്ഷം അടക്കി ഭരിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും അവരെ കോട്ട പൊളിച്ചത് BJP-യാണ്. അതുകൊണ്ട് ഈ തലശ്ശേരിയിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല എഡ്ജാണുള്ളത്. നല്ല ഒരു വിജയം നമ്മൾ പ്രതീക്ഷിക്കും. തീർച്ചയായും നമ്മൾ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് വികസിത കേരളം സാധ്യമാകും എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ നമ്മുടെ തെക്ക്, വടക്ക്, മധ്യഭാഗത്തെല്ലാം താമര വിരിയും എന്നുള്ള പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയും കുറേ വർഷത്തെ മാർക്സിസ്റ്റ് അക്രമ പ്രവർത്തനം, അനാവശ്യ സമരങ്ങളൊക്കെ കാരണം ഇവിടെ തൊഴിൽ അവസരങ്ങൾ, തൊഴിൽ ദിനങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള വലിയ സമൂഹമാണ് കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഒരു സംവിധാനത്തെ 70 വർഷമായിട്ടുള്ള ഇടതു വലതു ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ടായി മാറുന്നത്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് കണ്ണൂർ ജില്ലയിലുള്ളത്.